രാജ്യം മാവോയിസ്റ്റ് മുക്തമെന്ന് പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചുവപ്പ് ഭീകരത രാജ്യത്ത് അവസാനിച്ചെന്ന് അമിത്ഷാ ലോക്സഭയിൽ. രാജ്യത്ത് ഒരു തീവ്ര മാവോയിസ്റ്റ് ബാധിത മേഖലയും അവശേഷിക്കുന്നില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും മാവോയിസ്റ്റുകളെ പിന്തുണച്ചെന്നും അമിത്ഷായുടെ ആരോപണം. ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് ചുവപ്പ് ഭീകരത തുടച്ചു നീക്കിയെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയത്. पूरी व्यवस्था होने के बाद देश को भी सूचित करूंगा, मगर मैं ऐसा बोल सकता हूं, धड़ल्ले से बोल सकता हूं कि हम नक्सल मुक्त हो गए हैं. ऐसा कहने में कोई तकलीफ नहीं. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 706 മാവോയിസ്റ്റുകളെ വധിച്ചു. 4800 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയപ്പോൾ 2000-ലധികം പേരെ ജയിലിലടച്ചുവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് തീവ്ര മാവോയിസ്റ്റ് മേഖലകളില്ലെന്നും നക്സൽ ബാധിത മേഖലകൾ വികസനത്തിലേക്ക് കുതിക്കുന്നുവെന്നും അമിത്ഷാ അറിയിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളാണ് നേട്ടത്തിന് കാരണമെന്നും അമിത്ഷാ. എന്നാൽ മാവോയിസ്റ്റുകളെ കോൺഗ്രസ്, CPM തുടങ്ങിയ പാർട്ടികൾ പിന്തുണച്ചുവെന്ന ആരോപണവും അമിത്ഷാ ലോക്സഭയിൽ ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും മാവോയിസ്റ്റുകളോട് സ്വീകരിച്ചത് അനുകൂല നിലപാടെന്നും അമിത്ഷാ ആരോപിച്ചു. ഇനി 2 മാവോയിസ്റ്റ് ബാധിത മേഖലകൾ മാത്രമാണ് രാജ്യത്ത് അവശേഷിക്കുന്നത്. ഒളിവിലുള്ള മാവോയിസ്റ്റുകളോട് എത്രയും പെട്ടെന്ന് കീഴടങ്ങണമെന്ന ആഹ്വാനവും സുരക്ഷാ ഏജൻസികൾ നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.